വെൽക്കം ബാക്ക് ടു വിദ്യ യൂട്യൂബ് ചാനൽ. കേട്ടറ്റ് കാറ്റഗറി 2-ലെ ജനറൽ സയൻസിലെ ഏതാനും ക്വസ്റ്റ്യൻസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സജീവ മൂലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിവേറിയം ആണ്. വീൽ ബാരോ ഏത് തരം ഉത്തോലകത്തിന് ഉദാഹരണമാണ്? മൂന്നാം തരം ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ബീജസംയോഗം നടക്കാതെ ബീജം ഒരു ജീവിയായി മാറുന്ന പ്രക്രിയയാണ് ബാഹ്യബീജ സംയോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അറിവിൻ്റെ മേഖലയിൽ ഉൾപ്പെടുന്നത്? ആശയം വിനിമയം ചെയ്യുന്നത്. കാറ്റിനാൽ പരാഗണം നടക്കുന്ന ചെടിയുടെ പൂക്കൾ വലിപ്പവും തേനും ഉള്ളവയായിരിക്കും. പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗം മലേറിയ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേന്ദ്ര ആറ്റത്തിന് അഷ്ടക ഇലക്ട്രോൺ സംവിധാനം ഇല്ലാത്ത സംയുക്തം CCl4. ഐസോബാറുകൾക്ക് ഒരേ ഉണ്ടായിരിക്കുക? മാസ് നമ്പറാണ് ഉണ്ടായിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുനർനിർമ്മിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സ് ഏതാണ്? സോളാർ സെല്ലിലുള്ളതാണ് പുനർനിർമ്മിക്കാൻ കഴിയാത്തത്. വൈദ്യുത കാന്തത്തിൻ്റെ കോർ നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് ഉപയോഗിച്ചാണ്. സൂര്യനും അടുത്തുള്ള ഗ്രഹം ഏതാണ്? സൂര്യന് ഏറ്റവും അടുത്ത് വ്യാഴമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ തന്മാത്രകൾ ഉള്ളത് 8GO2 വാതകത്തിനാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ തന്മാത്രകൾ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചില അന്തർദ്രവ്യ ജാലികകൾ കാണുവാൻ കാരണം അതിൻ്റെ ഉപരിതലത്തിൽ ലൈസോസോമുകൾ ഉള്ളതുകൊണ്ടാണ്. പരീക്ഷണശാലയിൽ ടെസ്റ്റ് ട്യൂബ് റാക്കുകൾ രേഖപ്പെടുത്തുന്നത് ഉപയോഗിച്ചു തീരുന്നവയുടെ രജിസ്റ്റർ ചെയ്യുന്നതിനാണ്. അലൂമിനിയം ലോഹനാശനത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇതിനു കാരണം മാലിന്യങ്ങൾ അവയിൽ ഉള്ളതുകൊണ്ടാണ്. അതായത് മാലിന്യങ്ങളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. വിലമതിക്കൽ വൈകാരിക മേഖല. അനുകരണം പ്രക്രിയ മേഖലയാണ്. അയോണിലെ ജോഡി ചേരാത്ത ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം 0 ആണ്. താഴെ പറയുന്നവയിൽ ഏകബീജപത്ര സസ്യം പറങ്കിമാവ്. പ്രശ്ന നിർദ്ധാരണത്തിന് എല്ലായ്പ്പോഴും ഉൾപ്പെടണമെന്നില്ലാത്തത് ഏതാണ്? ഉത്തരവാദിത്തം പങ്കിടൽ. എപ്പിഡയാസ്കോപ്പ് താഴെ പറയുന്നവയിൽ ഏത് തരം വസ്തുക്കളെ പ്രൊജക്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു? സുതാര്യ വസ്തുക്കളെ പ്രൊജക്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകം TM ആണ്. ഊർജവും പോഷക ഘടകങ്ങളും ആഹാര ശൃംഖലയിലേക്ക് എത്തിക്കുന്നതാരാണ്? വിഘാടകരാണ്. ഊർജവും പോഷക ഘടകങ്ങളും ആഹാര ശൃംഖലയിലേക്ക് എത്തിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത്. റൗണ്ട് റോബിൻ. വിദ്യാർത്ഥികൾ നിഷ്ക്രിയമായി ഇരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് രീതിയിലുള്ള പഠനം നടക്കുമ്പോഴാണ്? എൻക്വയറി മെത്തേഡിലാണ്. ഉയർന്ന ട്രോപ്പിക തലത്തിൽ എത്തിച്ചേരുമ്പോൾ വിഷയവസ്തുക്കളുടെ ഗാഢത വർദ്ധിച്ചു വരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ജൈവാവർത്തനം എന്ന പേരിലാണ്. 0°C തുല്യമായ ഫാരൻഹീറ്റ് ഏതാണ്? 9°F ആണ്. ഒരു പാഠ്യപദ്ധതിയിൽ തുടർച്ചയായ വർഷങ്ങളിൽ ലോഹം എന്ന ആശയം കൂടുതൽ ആഴത്തിൽ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അത് ശ്രേണി രീതി എന്നറിയപ്പെടുന്നു. റൂദർഫോർഡിന്റെ ആറ്റം മാതൃക പരിഷ്കരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് സിദ്ധാന്തമാണ് നീൽസ് ബോർ ഉപയോഗിച്ചത്? തരംഗ സിദ്ധാന്തം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അചാലക വസ്തു ഏതാണ്? അചാലക വസ്തു ഡയമണ്ടാണ്. ഒരു കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും യഥാർത്ഥവും ചെറുതും ആയിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.